ഒപ്പം അഡ്വക്കേറ്റ് NG ഗിരീഷൻ കൂടി ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രതിഷേധങ്ങൾ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. നേരത്തെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എത്തിയത് ലേറ്റായാണ്. അഡ്വക്കേറ്റ് NG ഗിരീഷൻ കോടതി പറയുകയാണ് അവിടെ ആ വീട്ടിൽ നടക്കാൻ പോയത് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ്, മരണ സർട്ടിഫിക്കറ്റ് ഇല്ല, മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന് കരുതേണ്ടി വരും, അവിടെ ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടികൾ മാത്രമാണെന്ന്. താങ്കൾക്ക് നേരം വെളുത്തോ? വളരെ പരിണിതപ്രജ്ഞന്മാരായുള്ള ന്യായാധിപന്മാരാണ് ഇന്ത്യൻ ജുഡീഷ്യറി ഉള്ളത്. അവർ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ കിട്ടുന്ന തെളിവുകളുടെയും വാദമുഖങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലെത്തുക. എത്രത്തോളം ഫലപ്രദമായി ഈ കുടുംബത്തിൻ്റെ വാദമുഖങ്ങൾ കോടതി മുമ്പാകെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. വലിയ വാദമൊന്നും നടന്നില്ല. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ അവന്റെ നടപടികൾ നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ ലൈൻ. സ്വാഭാവികം കോടതിയുടെ തീരുമാനം വന്നാൽ ആ കോടതിയുടെ തീരുമാനത്തെ ധിക്കരിക്കുക എന്നത് ഒരു ലാ അബൈഡിങ് സിറ്റിസനെ സംബന്ധിച്ച് ഒരിക്കലും നടക്കേണ്ട കാര്യമല്ല. പക്ഷേ ഒരു ഹയർ ഇതിപ്പോൾ സിംഗിൾ ബെഞ്ച് ഹയർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പ്രശ്നം എത്തിക്കേണ്ടതായിരുന്നു. എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഇനി നാളെ ഇപ്പോൾ അവിടെ ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം നടപടികളുമായി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സമരമുഖത്തായിരുന്നല്ലോ. ഇനി നാളെ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അങ്ങോട്ടേക്ക് പോകുമോ? അല്ല, സമരമുഖത്തായിരുന്നില്ല. ഈ ഒരു കുടുംബത്തിൻ്റെ നീതിപൂർവമായ ഒരു സ്റ്റാൻഡിന് അനുസരിച്ച് നിന്നു. ഞാൻ ആകെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് RDO ഓർ എനി അതോറിറ്റി ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തെയും കേൾക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഏറ്റവും അത്യാവശ്യമാണ്. ഈ കുടുംബത്തെ കേട്ടിട്ടില്ല, അവരുടെ വാദങ്ങൾ കേട്ടില്ല, ഒന്നുമില്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് RDO എടുത്തത്. എന്നെ സംബന്ധിച്ച് RDO എടുക്കേണ്ടിയിരുന്നത് രണ്ട് ഭാഗവും കേൾക്കണം, 1, 2, 3 അങ്ങനെ പോയിന്റ്സ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. ഇന്ന് കോടതിയിൽ അവരുടെ പെറ്റീഷൻ സമർപ്പിച്ചു, എല്ലാ കാര്യങ്ങളും അവരവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോടതി ചോദിച്ചത് എവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നല്ല. മാഡം ഞാൻ പറഞ്ഞോട്ടെ, എന്ത് കാര്യം മനസ്സിലാകാതെ ഏതെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കോടതി ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണല്ലോ ഇന്ന് ചോദിച്ചത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമായി കരുതേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ അതിന്റെ മറ്റു നടപടികൾ ഉണ്ടാകണം എന്ന് കോടതി പറയുന്നത് ആ കുടുംബത്തെ കേട്ടിട്ടാണല്ലോ. ഗോപൻ സ്വാമിയുടെ തിരോധാനമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ആൻസർ ബഹുമാനപ്പെട്ട വക്കീൽ എനിക്കൊന്ന് പറഞ്ഞു തന്നു. ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. ഇതിലെ തിരോധാനം അല്ലെ മാൻ മിസ്സിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്നലെയാണെന്ന് തോന്നുന്നത് RDO മറ്റും വന്നിരുന്നത്. മാൻ മിസ്സിംഗ് ആണെങ്കിൽ RDOയും ഫോറൻസിക് വിദഗ്ധയും അതുപോലെ തന്നെ സർജനും അതുപോലെ തന്നെ ആംബുലൻസും മോർച്ചറിയും എല്ലാവരും അവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ മാൻ മിസ്സിംഗ് അല്ല വിഷയം. അവിടുത്തെ വിഷയം എന്താണ്? ഈ വ്യക്തി സമാധിയായോ മരിച്ചോ കൊന്നുകുടിച്ചോ കൂടി, ഇതാണ് ഇവിടെ സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മാൻ മിസ്സിംഗ് ഇല്ല, ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് അലിഗേഷൻസ് റേസ് ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ അതിന്റെ പരിശോധനയ്ക്കായാണ് അധികൃതർ അവിടെ എത്തിയത്. ആ സമാധിയിൽ അവർ അവിടെ ഉണ്ടെന്നാണല്ലോ മക്കൾ പറയുന്നത്. ഓൺ പോയിന്റ് മോർ മാഡം, ഇതില് ശ്രദ്ധിക്കേണ്ടത് അലിഗേഷൻസ്. ആ അലിഗേഷൻസ് റേസ് ചെയ്ത് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഒരു സമയത്ത് ഞാൻ ചോദിച്ചു. വികാരാധീനായിട്ട് ചോദിച്ച സന്ദർഭം എന്ന് പറയുന്നത് വയോധികയായിട്ടുള്ള ആ അമ്മയെ, ഭർത്താവിന്റെ ദേഹവിയോഗം എങ്ങനെയാ സംഭവിച്ചെന്നിരിക്കട്ടെ, ആ അമ്മയെ വലിച്ചഴിച്ച് പോലീസ് കൊണ്ടുവന്ന് ദേഹവിയോഗം സംഭവിച്ചോ എന്ന് ആർക്കറിയില്ല. അവർ പറയുന്നതേ നമുക്കറിയാം. ദേഹവിയോഗം സംഭവിച്ചോ എന്ന് തീർപ്പുണ്ടോ? താങ്കൾക്കറിയാമോ? താങ്കൾക്ക് നമുക്ക് ഉറപ്പില്ല, നമുക്കറിയില്ലല്ലോ. കുടുംബം പറയുന്നത് നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ കുടുംബം പറയുന്നത് നമ്മൾ കേൾക്കുന്നു. വയോധികയായിട്ടുള്ള അമ്മയെ വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും ഈ അലിഗേഷൻ റേസ് ചെയ്തവർ ഇവിടെ ഉണ്ടോ? ആ മരണത്തിൽ ദുരൂഹതയുള്ളവരുണ്ടോ? അല്ല, അവരെ വലിച്ചു പോയതല്ല. ആ കല്ലറയിൽ പരിശോധനയ്ക്കായി അധികൃതർ എത്തിയപ്പോൾ അവിടെ അവർ വന്നിട്ട് അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവരാണ് അങ്ങോട്ട് എത്തിയത്. അതായത് ആരും അവിടെ നിന്നാണ് പിന്നീട് നീക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. അഡ്വക്കേറ്റ് NG ഗിരീഷൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ആ കുടുംബത്തിന് വേണ്ടി വാദിച്ച് അവിടെ അന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബത്തിനെ അറിയിക്കേണ്ടത് അറിയിച്ചു, കുടുംബം കോടതിയിൽ പോയി, കോടതി ഇടപെടുന്നില്ല, സ്റ്റേ ഇല്ല. അപ്പോൾ ഇനി നടപടികളുമായി അധികൃതർക്ക് മുന്നോട്ട് പോകാമോ? താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങളെങ്കിലും ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമോ? ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചപ്പോഴും സനന്ദൻ പറഞ്ഞത് പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികം
കോടതിയുടെ ഒരു ഉത്തരവ് വന്നാൽ അതിനെ ലംഘിക്കുന്ന വിധത്തിലുള്ള തീരുമാനത്തോടൊപ്പം എനിക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ ആ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ സ്റ്റാൻഡിൽ നിയമം നടപ്പിലാക്കണ്ടേ? നിയമം എല്ലാവർക്കും ബാധകമല്ലേ? നിയമം എല്ലാവർക്കും ബാധകമാണ്. ഈ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് വീണ്ടും ഒരു പുനഃപരിശോധന ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഡിസിഷനാണ് ഇത്. ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ കോടതി പരിഗണിക്കേണ്ടതായുള്ള എല്ലാ വിഷയങ്ങളും കോടതി മുമ്പാകെ എത്തിയിട്ടില്ല. എന്തായാലും അവര് നിയമ നടപടികൾ തുടരുമെന്ന കാര്യം പറഞ്ഞില്ല, പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമാണ് കുടുംബം പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്റെ സമയം പൂർണ്ണമായും അവസാനിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തിരോധാനവും മരണകാരണവും കണ്ടെത്തണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം? തിരോധാനവും മരണകാരണവും കണ്ടെത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തിരോധാനം എന്നുള്ള വിഷയം അവിടെ ഇല്ല. മാൻ മിസ്സിംഗ് ഇല്ല. എല്ലാവർക്കും ബോധ്യം ഉണ്ടാ കല്ലറക്കാത്തോണ്ട്. അതുകൊണ്ട് ബോധ്യമുണ്ടെന്ന് പറയരുത്. ആർക്കും ബോധ്യമില്ലെങ്കിൽ ഈ RDOയും ഈ DSP ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അപ്പോ ഈ എല്ലാ ഫോഴ്സും അവിടെ വരേണ്ട കാര്യമില്ലെങ്കിൽ ഈ മെയിൻ മിസ്സിംഗ് അന്വേഷിച്ച് അടക്കുകയല്ലേ ചെയ്യട്ടെ. ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. അവിടെ ഉണ്ട് എന്ന് അവരുടെ മക്കൾ പറയുമ്പോൾ അവിടെയല്ലേ ആദ്യം പരിശോധന നടത്തേണ്ടത്. എന്റെ നിയമോപദേശ പ്രകാരം അല്ല, നിങ്ങളെ ആളുകളുടെ തെറ്റായ നിയമോപദേശമാണ് ആ കുടുംബത്തെ ഇന്ന് വഴിയാധാരമാക്കി തെരുവിൽ നിർത്തി. എനിക്ക് പറയാനുള്ളത്, എന്റെ നിയമോപദേശ പ്രകാരമാണ് ഹൈക്കോടതിയിൽ എത്തിയെങ്കിൽ ആ കുടുംബത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതിനും അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസത്തെങ്കിലും സ്റ്റേ വാങ്ങിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബത്തിന്റെ വികാരങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ താഴെ മാത്രമാണ്, അതിനപ്പുറത്തല്ല. ശരി ശരി ശരി, എന്റെ സമയം പൂർണ്ണമായും അവസാനിച്ചതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.